കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് മത്തിയുമായിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ. ഒരുപാട് പേര് മത്തിയോട് പരിഭവം പറയുന്നു, മുമ്പേ സേവിച്ച പലരോട് മത്തി പരിഭവം പറയുന്നു. അങ്ങനെ പലവിധ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നു. ഇപ്പം മത്തിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം. ലോകത്തിലാകമാനം ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനത്തിലൂടെ പിടിക്കപ്പെടുന്ന ഭക്ഷ്യയോഗ്യമായ കടൽ മത്സ്യമാണ് മത്തി അഥവാ ചാള. 5 ജനുസുകളിലായി 21 കൂടുതൽ വിഭാഗങ്ങളെ ഇതുവരെയായി കണ്ടെത്തിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിലൂടെ ലഭിക്കുന്ന മത്സ്യങ്ങളിൽ 1/3 മത്തിയാണ്. സാധാരണക്കാരുടെ മത്സ്യം എന്ന അർത്ഥത്തിൽ പാവപ്പെട്ടവന്റെ മത്സ്യം കൂടിയായാണ് പൊതുവെ മത്തി അറിയപ്പെടുന്നത്. സാർഡൈൻ ദ്വീപിന് സമീപത്തായി ഇവയെ കണ്ടെത്തിയതിനാലാണ് സാർഡൈൻ എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടാൻ കാരണം. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മത്തി ലഭിക്കുന്ന പ്രദേശം ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയുടെ തീരത്താണ്. അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മത്തി ലഭിക്കുന്ന സമുദ്രങ്ങൾ. കടലിലെ ജലോപരിതലത്തിൽ കൂട്ടമായി കാണപ്പെടുന്ന ഇവയുടെ മുഖ്യ ഭക്ഷണം ഫ്രെജിലേറിയ എന്ന ഉത്പ്ലവ ജീവിയാണ്. മെച്ചപ്പെട്ട ഹൃദയാരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡിനാൽ സമ്പുഷ്ടമാണ് മത്തി. പതിവായി ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് അൽഷമേഴ്സ് രോഗം വരാതിരിക്കാൻ സഹായിക്കുമെന്ന് സമീപകാല പഠനങ്ങൾ പറയുന്നു. ഒമേഗ 3 കൂടാതെ ജീവകം ഡി, കാൽസ്യം, B12, മാംസ്യം എന്നിവയും മത്തിയിൽ അടങ്ങിയിരിക്കുന്നു. ഒരു കാര്യം കൂടി, ഇന്ത്യൻ ഓയിൽ സാർഡൈൻ എന്ന നെയ്മത്തിയാണ് ഇവയിൽ ഏറ്റവും ഗുണമുള്ളത് എന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. സ്വർണ്ണവരയൻ മത്തി, കാരി, ചാള എന്നിവയാണ് കേരളത്തിലെ സമുദ്രതീരങ്ങളിൽ ലഭിക്കുന്ന മത്തി വിഭാഗങ്ങൾ. അപ്പോൾ മത്തി പല വിധത്തിൽ ഭക്ഷിക്കുന്നവരുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ള രീതി എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും.